ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചീക്കാറ്റിലോ എന്ന തെലുങ്ക് മൂവിയാണ്. നാട്ടിൽ പലയിടങ്ങളിലായി സ്ത്രീകളെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അവരുടെ തലയിൽ മുല്ലപ്പൂ ചൂടി പോകുന്ന ഒരു സീരിയൽ കില്ലർ, ആ കില്ലറിനെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ജേർണലിസ്റ്റും. അപ്പം നമുക്ക് മൂവിയിലേക്ക് അടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1999 കാലഘട്ടത്തില് ഫെസ്റ്റിവലിനും മറ്റും റെക്കോർഡ് ഡാൻസ് ചെയ്യുന്ന രണ്ട് സ്ത്രീകളായ റാണിയും ലച്ചിയും ആ നാട്ടിലെ പ്രമുഖനായ ഒരാളുടെ വണ്ടിയിൽ വന്നിറങ്ങുകയാണ്. ലച്ചിയെ മാത്രം ഇറക്കി വിട്ടിട്ട് റാണി അയാൾ കൂട്ടിക്കൊണ്ടുപോയി. അയാളുടെ ഉദ്ദേശം അത്ര ശരിയല്ലാന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. ലച്ചി വീട്ടിലേക്ക് എത്തി ഡ്രസ്സ് മാറുന്നതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു അനക്കം കേട്ട് തിരിഞ്ഞു നോക്കിയതും മുഖംമൂടിധാരിയായ ഒരാൾ അവളെ ആക്രമിക്കുകയും ക്രൂരമായി റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തിയ റാണി കാണുന്നത് അനക്കമൊന്നുമില്ലാതെ കിടക്കുന്ന ലച്ചിയായിരുന്നു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ റാണിക്ക് കാര്യം പിടികിട്ടി. അവളുടെ തലയിൽ ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവുണ്ട്. റാണി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ലച്ചിയുടെ അവസ്ഥയെപ്പറ്റി പറയുന്നു. എന്നാൽ പോലീസുകാര് അവരുടെ കേസൊന്നും എടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമുള്ള കഥയാണ്. നമ്മുടെ നായികയായ സന്ധ്യ എന്ന പെൺകുട്ടി ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണും. ഒരു തിയേറ്ററിൽ അവൾ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നതായിട്ട്. ജേർണലിസ്റ്റായ സന്ധ്യ തന്റെ ഓഫീസിലേക്ക് എത്തുന്നു. ഓഫീസിലെ അവളുടെ ഇന്റേൺ ആയിരുന്നു ബോബി എന്ന് പറയുന്ന ഈ പെൺകുട്ടി. നാട്ടിൽ നടക്കുന്ന പല ക്രൈമുകളെയും പറ്റിയും സ്റ്റോറി ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അവൾ കൊടുത്ത സ്ക്രിപ്റ്റ് ഒക്കെ തന്നെ തിരുത്തിയിട്ടാണ് അവളുടെ മാനേജർ അവൾക്ക് കൊടുത്തത്. അതിലവൾ അയാളെ ചോദ്യം ചെയ്യുന്നു. TRPക്ക് വേണ്ടിയിട്ട് അയാൾ അത് വളച്ചൊടിക്കുന്നുണ്ടായിരുന്നു. അത് സന്ധ്യയെ സംബന്ധിച്ച് അവൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സന്ധ്യ പ്രണയിക്കുന്ന അമർ എന്ന് പറയുന്ന പയ്യൻ ഒരു കോഫി ഷോപ്പ് നടത്തുകയാണ്. സന്ധ്യയ്ക്കും തന്റെ ജോലി വിട്ടിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബോബി കുറെ നാളായിട്ട് അവളോട് പറയുന്നുണ്ടായിരുന്നു ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അവൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അടുത്ത് നടക്കുന്ന ക്രൈമുകളെ പറ്റി റിപ്പോർട്ട് ശേഖരിക്കുക, അതെല്ലാം തന്നെ വോയിസ് ആക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിനവൾക്ക് എന്തായാലും ഒരു അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട്. അസിസ്റ്റന്റ് ആവാൻ ബോബി നേരത്തെ തന്നെ തയ്യാറായി നിൽക്കുകയായിരുന്നു. ബോബി എവിടെ നിന്നും പോകുന്നതിനിടയ്ക്ക് സന്ധ്യയായിട്ട് അവളോട് പറയുന്നുണ്ട്, നീ കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ എന്റെ ഗോൾഡ് ഇറങ്ങി തിരിച്ചുകൊണ്ട് തരണമെന്ന്. ഞാനത് മറന്നുപോയി, ഉടനെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ബോബി പോകുന്നത്. അമറിന്റെയും സന്ധ്യയുടെയും വീട്ടില് അവർ രണ്ടുപേരുടെയും കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസത്തിനകം വെച്ചിട്ട് ഇവരുടെ വീട്ടുകാർ ഇവരുടെ കല്യാണം കാര്യം സംസാരിക്കാൻ വേണ്ടി ഒത്തുകൂടി. അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് സന്ധ്യ അറിയുന്നത് ബോബിയും അവളുടെ ബോയ് ഫ്രണ്ടും മരണപ്പെട്ടു എന്ന്. ആ വീട്ടിലേക്ക് ഓടിയെത്തി അവളെ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ബോബിയും അവളുടെ ബോയ് ഫ്രണ്ടും റൊമാന്റിക് മൊമെന്റിലിരിക്കുന്ന സമയത്താണ് കില്ലർ അവിടേക്ക് വരികയും ബോബിയെ ക്രൂരമായി റേപ്പ് ചെയ്ത ശേഷം അവളെയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൊല്ലുകയും ചെയ്തത്. ബോബിയുടെ തലയിൽ ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് കഴുത്തിലായിട്ട് പശുവിന്റെ കഴുത്തിലും മറ്റും കെട്ടുന്ന ഒരു തരത്തിലുള്ള ചിലങ്കയും ഉണ്ടായിരുന്നു. ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത് രാജീവ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ്. ക്രൈം സീനെല്ലാം തന്നെ പരിശോധിച്ചെങ്കിലും കില്ലറിലേക്ക് എത്തുന്ന ഒരു ക്ലൂ പോലും അവർക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. സന്ധ്യ അവിടെ കണ്ടതും അയാൾക്ക് സന്ധ്യ ആരാണെന്നുള്ള കാര്യം മനസ്സിലായി. അവൾ ടിവിയിൽ ചെയ്യുന്ന പ്രോഗ്രാം എല്ലാം തന്നെ അയാൾ കാണുമായിരുന്നു. തന്റെ കേസിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്നും പോകുന്നത്. ബോബിയുടെ ബിൽഡിങ്ങിനടുത്തുള്ള CCTV ഫുട്ടേജ് എല്ലാം തന്നെ പരിശോധിച്ചെങ്കിലും അവർക്ക് സംശയാസ്പദമായി ഒന്നും തന്നെ കിട്ടിയില്ല. ഓരോ ദിവസവും സന്ധ്യ ആകട്ടെ അന്വേഷണം എന്തായെന്നറിയാൻ ഇവരുടെ അടുത്തേക്ക് വരും. എന്നാൽ ഒരു രീതിയിലും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഒടുവിൽ സന്ധ്യ ഒരു തീരുമാനം എടുക്കുന്നു. തന്റെ ജോലി രാജിവെച്ചിട്ട് നേരത്തെ ബോബി ആഗ്രഹിച്ച പോലെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുക. അങ്ങനെ അവൾ തന്റെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്തു. അന്ന് രാത്രി ആരും അറിയാതെ ക്രൈം നടന്ന ബോബിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെയെല്ലാം അവൾ പരിശോധിക്കുകയും ചെയ്തു. എങ്ങനെയായിരിക്കാം ആ കില്ലർ അവളെ കൊന്നിട്ടുണ്ടാവുക എന്ന് അവിടെയെല്ലാം പരിശോധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നേരത്തെ ക്രിമിനോളജി പഠിച്ചിട്ടുള്ള അവൾക്കാകട്ടെ പല സീനുകളും കാണുമ്പോൾ അവിടെ എന്താണ് നടന്നിട്ടുണ്ടാവുക എന്ന് ഏകദേശം ഊഹിക്കാമായിരുന്നു. കില്ലർ അകത്തേക്ക് വന്ന ശേഷം ആദ്യം അവളുടെ കാമുകനെയാണ് അപകടപ്പെടുത്തിയത്. അതിനുശേഷമാണ് അവളെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അവളാകട്ടെ നേരെ രാജീവിന്റെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾക്കാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് അവൾ പറയുന്നു. ബോബി സ്ഥിരമായിട്ട് അവളുടെ കഴുത്തിലിടുന്ന ഒരു നെക്ലസ് ഉണ്ടായിരുന്നു. അത് അവളുടെ ബോഡിയിൽ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ അവളുടെ ഇയറിംഗും കാണാനില്ല. വേറെന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് രാജീവിനോട് അവൾ ചോദിക്കുമ്പോൾ രാജീവ് ആകട്ടെ ഒരു ഫുട് പ്രിന്റ് കാണിക്കുന്നു. ബോബിയുടെ ബിൽഡിംഗിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇവർക്ക് കിട്ടിയ ഒരു ഫുട് പ്രിന്റ് ആണത്. ചെളി കലർന്നിട്ടുണ്ട് അതിൽ. ആ സമയം സന്ധ്യയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. അവൾ ആ ഏരിയയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ബിൽഡിംഗിലെ വാച്ച്മാൻ തന്റെ ഷൂസിൽ പറ്റിയിരിക്കുന്ന ചെളി കഴുകുന്നത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ അവൾ രാജീവിനോട് പറയുന്നു. അങ്ങനെ ഇവർ വാച്ച്മാനെ തേടി പോകുന്നു. പോലീസിനെ കണ്ടതും ആ വാച്ച്മാൻ പേടിച്ചോടാൻ തുടങ്ങി. അവർ അയാളെ കൈയോടെ പിടിച്ചു. അവളുടെ നെക്ലസ് മോഷ്ടിച്ചത് വാച്ച്മാനാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ ന്യൂസ് പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തി. ഈ കേസ് ഇത്ര പെട്ടെന്ന് തെളിയാൻ കാരണം സന്ധ്യയാണെന്ന് പറഞ്ഞിട്ട് അവൾ കൂടുതൽ ഫേമസ് ആയി. എന്നാൽ പിന്നീടാണ് സത്യങ്ങൾ പുറത്തു വരുന്നത്. ആ വാച്ച്മാൻ ആ നെക്ലസ് ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ കൊലപാതകങ്ങളൊന്നും ചെയ്തത് അയാളല്ല. അയാൾക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ അറിയത്തുമില്ല. വാച്ച്മാന്റെ വൈഫും സന്ധ്യയോട് വന്ന് കുറെ വഴക്കുണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ തെറ്റിദ്ധാരണ കാരണം ഞാനും എന്റെ മക്കളുമാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. തനിക്ക് തെറ്റുപറ്റിയതിൽ സന്ധ്യയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് അവൾക്ക് യഥാർത്ഥ കില്ലറിന്റെ കോള് വരുന്നത്. ഞാനാണെന്ന് കരുതിയിട്ട് നീ മറ്റൊരാളെ പിടിച്ചത് തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും താൻ ഇപ്പോഴും പുറത്തു തന്നെയുണ്ടെന്നും അയാൾ അവളോട് പറയുന്നു. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഞാൻ നിനക്ക് ഒരു ചാൻസും കൂടി തരാം. ഉടനെ തന്നെ ഒരു കൊലപാതകം കൂടി നടക്കും. പറ്റുവാണെങ്കിൽ ഞാൻ ആരാണെന്ന് നീ കണ്ടുപിടിച്ചു
കണ്ടുപിടിച്ചോ? കില്ലറിന്റെ വെല്ലുവിളി എല്ലാം തന്നെ അവൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതവൾ രാജീവിനെ കാണിക്കുകയും ചെയ്യുന്നു. ആ കോള് വന്ന ലൊക്കേഷൻ തേടി അവർ പോകുന്നു. അവിടെ എത്തുമ്പോൾ കാണുണ്ടാകട്ടെ കണ്ണ് കാണാത്ത വയസ്സായ ഒരു അമ്മൂമ്മ ആ ഫോണും പിടിച്ചിരിക്കുന്നതായിരുന്നു. ആ അമ്മൂമ്മയുടെ ഫോണിൽ നിന്നാണ് കില്ലർ ഇവളെ കോൾ ചെയ്തിരിക്കുന്നത്. കില്ലർ ബുദ്ധിമാനാണെന്ന് ഇവർക്ക് മനസ്സിലായി. കണ്ണ് നല്ലപോലെ കാണാത്തത് കൊണ്ട് തന്നെ കില്ലറിന്റെ മുഖം ആ അമ്മൂമ്മ കണ്ടിട്ടില്ല. അതുപോലെ സ്വന്തം ഫോൺ യൂസ് ചെയ്യാതെ വഴിയിൽ കാണുന്ന ആൾക്കാരുടെ ഫോൺ യൂസ് ചെയ്യുന്നതിലൂടെ ഇയാൾ നല്ല സ്മാർട്ടാണെന്നുള്ള കാര്യത്തിൽ പോലീസുകാർക്ക് ഉറപ്പായി. രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴെല്ലാം തന്നെ സന്ധ്യയുടെ മനസ്സിൽ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മ കടന്നുവരും. ഒരു സിനിമ റിലീസിന്റെ അന്ന് അവൾ തിയേറ്ററിൽ പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇടിച്ചു കയറുകയും പല പുരുഷന്മാരും അവളുടെ ശരീരത്തിൽ അനാവശ്യമായി തൊടുന്നതുമൊക്കെയായിരുന്നു അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അത് ഓർക്കുമ്പോഴെല്ലാം അവൾ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കും. പിറ്റേന്ന് രാവിലെ അവൾ തന്റെ വീട്ടിൽ നിന്ന് ബാഗും പാക്ക് ചെയ്ത് അമറിന്റെ കൂടെ ദൂരെ ഒരിടത്തേക്ക് പോകുന്നു. അവൾ വിളിച്ചിട്ടായിരുന്നു അവൻ വന്നത്. പക്ഷെ എങ്ങോട്ടാ പോകുന്നതെന്ന് അവൻ അറിയില്ല. എങ്ങോട്ടേക്കാ പോകണ്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ എനിക്കൊരു കോള് വന്നുവെന്ന്. അവളുടെ പോഡ്കാസ്റ്റ് കേട്ടിട്ട് വാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയാകട്ടെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബോബി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നടന്നതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടെന്നും ഞാനും ഒരു വിക്ടിമാണെന്നാണ് വാണി അവളോട് പറഞ്ഞത്. വാണിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് സന്ധ്യ വാണിയുടെ അടുത്തേക്ക് പോകുന്നത്. ആ നാട്ടിൽ പോയി അവളുടെ റൂം എടുക്കുകയും അമറിന്റെ കൂടെ പോയി വാണിയെ കാണുകയും ചെയ്യുന്നു. വാണിയുടെ വീട്ടിൽ വാണിയും മകൻ ബോസും മാത്രമേ ഉള്ളൂ. 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. വരലക്ഷ്മി വ്രതം എടുക്കുന്ന ദിവസമായിരുന്നുവെന്ന്. പകല് മുഴുവൻ പൂജ ചെയ്ത് വൈകുന്നേരമാണ് വീട്ടിലേക്ക് എത്തിയത്. ആ സമയം വീട്ടിൽ അവരും അവരുടെ മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടിൽ കിടക്കുന്ന മകനെ ഒന്ന് നോക്കിയിട്ട് അവർ സാധനങ്ങൾ അലമാരിക്കുള്ളിലേക്ക് വെക്കുകയായിരുന്നു. പെട്ടെന്നാണ് മുഖംമൂടിധാരിയായ ഒരാൾ അവിടേക്ക് വരികയും അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തത്. പക്ഷെ ആ സമയം വാണിയുടെ കുഞ്ഞ് വല്ലാതെ കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കേട്ട് പുറത്തുനിന്ന് ആരെങ്കിലും വരുമെന്ന് പേടിച്ചിട്ട് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയി. സംഭവങ്ങളെല്ലാം വാണി തന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. വാണിയും മകനെയും അയാൾ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. 20 വർഷം മുമ്പ് നടന്ന ആ കാര്യങ്ങൾ ഇന്നും ഒരു ട്രോമയായിട്ട് വാണിയുടെ മനസ്സിലുണ്ട്. അന്ന് നാട്ടിൽ പലയിടങ്ങളിലും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വാണി പറഞ്ഞതും സന്ധ്യയാകട്ടെ പോലീസുകാരനായ രാജീവിന്റെ സഹായത്തോടുകൂടി 20 വർഷം മുമ്പ് ഈ നാട്ടിൽ നടന്ന റേപ്പ് കേസുകളെ പറ്റിയിട്ടുള്ള ഫയൽസ് എല്ലാം തന്നെ എടുക്കുന്നു. വിക്ടിമായിട്ടുള്ള പല സ്ത്രീകളുടെയും വീട്ടിൽ പോവുകയും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. വാണി പറഞ്ഞത് പ്രകാരം ആ കുറ്റവാളി അന്ന് വാണിയുടെ തലയിൽ ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂ ചൂടിയിട്ടാണ് പോയത്. സന്ധ്യ അന്വേഷിച്ചു പോയ എല്ലാ സ്ത്രീകൾക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു. അവരുടെ എല്ലാം തന്നെ തലയില് അയാൾ മുല്ലപ്പൂ ചൂടിയിട്ടാണ് കടന്നു കളഞ്ഞിരിക്കുന്നത്. ഒടുവിൽ സന്ധ്യ ലളിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നു. 20 വർഷം മുമ്പ് നടന്ന കാര്യത്തെപ്പറ്റി ലളിതയോട് ചോദിക്കാൻ തുടങ്ങിയതും തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ലളിത പെട്ടെന്ന് വാതിലടിച്ചു. എന്നാൽ ലളിതയുടെ അങ്കിള് ചക്രവർത്തി വന്ന് സന്ധ്യയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നു. 20 വർഷം മുമ്പ് ഒരു ദീപാവലി ദിവസം നടന്ന സംഭവങ്ങളെപ്പറ്റി ചക്രവർത്തി സന്ധ്യയോട് പറയുന്നുണ്ട്. ആ സമയത്ത് എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അവൾ അന്വേഷണമൊക്കെ അവസാനിപ്പിച്ചിട്ട് തന്റെ റൂമിലേക്ക് എത്തി. പിറ്റേന്ന് അവൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം. ആ സമയം അമർ അവളെ കോൾ ചെയ്യുന്നു. പോലീസുകാർ ചെയ്യേണ്ട ജോലിയൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല, നീ എത്രയും പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരണമെന്ന് അവൻ പറയുന്നു. എന്നാൽ സന്ധ്യയെ സംബന്ധിച്ച് അത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അവളുടെ ചെറുപ്പത്തിലും അവൾ ഇതുപോലൊരു ട്രോമയിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. റിലീസാകുന്നതിന്റെ അന്ന് സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ കൂടെ തിയേറ്ററിലേക്ക് പോയി. പക്ഷെ ആ തിക്കിലും തിരക്കിലും അവൾ ഒറ്റപ്പെട്ടു. അവിടേക്ക് വന്ന ആ പുരുഷന്മാരെല്ലാം തന്നെ അവളുടെ ശരീരത്തിൽ മോശമായ രീതിയിൽ കൈവച്ചു. പേടിച്ചു നിന്ന അവളെ എങ്ങനെയൊക്കെയോ അച്ഛൻ പുറത്തെത്തിച്ചു. എന്നാൽ ഈ കാര്യങ്ങൾ അവളുടെ അമ്മ അറിഞ്ഞു കഴിയുമ്പോൾ അവളോട് അമ്മ പറയുന്നത് ഇതൊന്നും പുറത്ത് പറയണ്ട എന്നാണ്. കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കുകയായിരുന്നു. എത്ര പേർക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് അവളുടെ അമ്മ ചോദിക്കുന്നത്. ഇത് പുറത്തറിഞ്ഞാൽ നിനക്ക് തന്നെയാ നാണക്കേട്, അതുകൊണ്ട് ഇക്കാര്യം അങ്ങ് മറന്നു കളഞ്ഞേക്ക്. പക്ഷെ അവളെ സംബന്ധിച്ച് അതങ്ങനെ മറന്നു കളയാൻ പറ്റുന്നതായിരുന്നില്ല. അവൾ വീട്ടിൽ തിരിച്ചെത്തി തന്റെ പോഡ്കാസ്റ്റിംഗ് റൂമിലേക്ക് പോയിട്ട് താൻ ശേഖരിച്ച വിവരങ്ങളെല്ലാം തന്നെ അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്നു. എന്നിട്ട് താൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വോയിസ് ചെയ്യാൻ ആരംഭിച്ചു. ലാസ്റ്റായിട്ട് അവൾ കണ്ട ലളിതയുടെ അങ്കിൾ ചക്രവർത്തി പറഞ്ഞ കാര്യങ്ങൾ അവൾ പോഡ്കാസ്റ്റിലൂടെ എല്ലാവരോടും തുറന്നു പറയുന്നു. ലളിത രാജേഷ് എന്ന് പറയുന്ന ഒരു പയ്യനെ വിവാഹം കഴിക്കാനിരുന്നതാണ്. ദീപാവലി ദിവസം എല്ലാവരും അമ്പലത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. ലളിത വീട്ടിലെ ദീപങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ മുഖംമൂടിധാരി അവിടേക്ക് വരുന്നത്. അയാൾ ലളിതയെ ബാക്കിലൂടെ വന്ന് പിടിച്ചിട്ട് അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു. അവളെ കാണാതെ രാജേഷ് അവിടേക്ക് വന്നപ്പോഴേക്കും ആ മുഖംമൂടിധാരി ലളിതയെ വിട്ടിട്ട് രാജേഷിന്റെ തലക്കടിച്ച് അവനെ കൊലപ്പെടുത്തുന്നു. അവന്റെ ഡെഡ് ബോഡിക്കടുത്ത് അവളെ കിടത്തി അതിക്രൂരമായി അവളെ റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന മുല്ലപ്പൂ അവളുടെ തലയിൽ ചൂടുകയും അവിടെ പശുവിന്റെ കഴുത്തിലുണ്ടായിരുന്ന ചിലങ്ക പൊട്ടിച്ച് അവളുടെ മരിച്ചു കിടക്കുന്ന കാമുകന്റെ കഴുത്തിലിടുകയും ചെയ്തു. ഈ മുഖംമൂടിധാരി രാത്രിയിൽ മാത്രമേ വരൂ. നിങ്ങൾ വീട്ടിൽ എപ്പോഴാണ് ഒറ്റയ്ക്കുള്ളതെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്നും അയാൾ നേരത്തെ തന്നെ നോക്കി വെക്കും. വെൽ പ്ലാൻഡ് ആയിട്ടാണ് അയാൾ വരുന്നത്. ഒരു തെളിവുകളും അയാൾ അവശേഷിപ്പിക്കില്ല. തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ കില്ലറും 20 വർഷം മുമ്പ് ഈ റേപ്പൊക്കെ നടത്തിയിട്ടുള്ള അയാളും ഒരേ വ്യക്തി തന്നെയാണെന്ന് തനിക്ക് ഡൗട്ടുണ്ടെന്ന് സന്ധ്യ പോഡ്കാസ്റ്റിലൂടെ പറയുന്നു. ജനങ്ങൾക്കിടയിൽ ആ പോഡ്കാസ്റ്റ് ഒരുപാട് ശ്രദ്ധ നേടുകയും എല്ലാവരും ഹാഷ്ടാഗ് വെച്ചിട്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ആ സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഒരു പോലീസുകാരനെ രാജീവ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അന്ന് നടന്ന റേപ്പ് കേസുകളിൽ സംശയാസ്പദമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന്. കാരണം ആ മുല്ലപ്പൂവും ചെലങ്കയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. എന്നാൽ അതൊക്കെ ആ കാലത്ത് നാട്ടിലെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് ഞങ്ങളതൊന്നും വലിയ തെളിവുകളായിട്ട് എടുത്തിട്ടില്ല എന്നാണ്
എന്നാണ് ആ പോലീസുകാരൻ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് DIG രാജമണി ഉൾപ്പെടെ രാജീവിനോടും മറ്റു പോലീസുകാരോടും മീഡിയ ഈ കേസിനെ പറ്റി ചോദിക്കുന്നതാണ്. സന്ധ്യ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് 20 വർഷം മുമ്പ് ക്രൈം നടത്തിക്കൊണ്ടിരുന്ന ആള് തന്നെയാണോ ഇപ്പോഴും അത് ചെയ്യുന്നതെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. എന്നാൽ അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ലെന്നും ഞങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷിക്കുമെന്നും DIG പറയുന്നു. രാജീവ് സന്ധ്യയോട് വന്ന് സംസാരിക്കുന്നു. നീ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ഞങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് പറയുന്നു. എന്നാൽ ആ കൊലയാളി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല എന്നും താൻ ചെയ്ത കൊലയുടെ അംഗീകാരം തനിക്ക് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്ന ഒരു സൈക്കോയെ പോലെയാണ് തനിക്ക് തോന്നിയതെന്നും അതുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് കാണണമെന്നും അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവൾ കണ്ടുപിടിച്ച പ്രകാരം ആരൊക്കെയാണോ വർഷങ്ങൾക്ക് മുമ്പ് റേപ്പിന് ഇരയായിട്ടുള്ളത് അവരെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു പ്രസ് മീറ്റ് നടത്തണമെന്ന് രാജീവ് പറയുന്നു. എന്നാൽ മാത്രമേ നീ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മീഡിയ വിശ്വസിക്കൂ. അങ്ങനെ അവൾ മുൻപ് ജോലി ചെയ്തിരുന്ന തന്റെ ചാനലിന്റെ സഹായത്തോടു കൂടി ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടുന്നു. പക്ഷേ അവൾ പ്രതീക്ഷിച്ച പോലെ വർഷങ്ങൾക്ക് മുമ്പ് റേപ്പിനിരായ ആ സ്ത്രീകളിൽ ആരും തന്നെ അവളുടെ അടുത്തേക്ക് എത്തിയില്ല. അവരാരും തങ്ങളുടെ ഫേസ് പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ പ്രസ് മീറ്റിൽ പങ്കെടുക്കാനും ആഗ്രഹിച്ചിട്ടില്ല. അവൾ എല്ലാവരെയും മാറി മാറി വിളിച്ചെങ്കിലും ആരും തന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. സന്ധ്യ വാണിയെ വിളിച്ചപ്പോ വാണിയുടെ ഫോണിൽ സന്ധ്യയുടെ കോള് കണ്ടതും വാണിയുടെ മകൻ അത് കട്ട് ചെയ്യുകയും ചെയ്തു. ആരും വരില്ലാന്ന് കണ്ടതോടുകൂടി മീഡിയ ആകെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്താണ് 2 സ്ത്രീകൾ അവിടേക്ക് വരുന്നത്. സന്ധ്യ ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചുവെന്നും ഒടുവിൽ ഇവിടെയുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് വന്നതാണെന്നും ആ സ്ത്രീകൾ പറയുന്നു. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ റെക്കോർഡ് ഡാൻസ് കളിക്കുന്ന സ്ത്രീകളായിരുന്നു അത്. അന്ന് റേപ്പിനിരയായ ലച്ചിയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന റാണിയും. റേപ്പിനിരയായെങ്കിലും ലച്ചിയൊന്നും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ 2 പേരും അന്ന് നടന്ന സംഭവങ്ങളെല്ലാം മീഡിയയോട് തുറന്നു പറയുന്നു. ഫെസ്റ്റിവലിന്റെ സമയത്ത് അവർ ഡാൻസ് കളിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവിടുത്തെ പ്രമുഖനായ ചിന്നബാബു എന്ന് പറയുന്ന ഒരാളാകട്ടെ ഇവർ 2 പേരെയും പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ സമയത്ത് രക്ഷകനായി എത്തിയത് ആ നാട്ടിലെ വലിയൊരു സമ്പന്നനായിരുന്നു. അയാളുടെ കാറിൽ കയറി ഇവർ വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ ആ സമയം അയാളുടെ മനസ്സിലും തെറ്റായ ഉദ്ദേശമായിരുന്നു. അയാൾ ലച്ചിയെ മാത്രം കാറിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് റാണിയെ കൂട്ടിക്കൊണ്ടുപോയി. ലച്ചി വീട്ടിലേക്ക് എത്തിയതും അവളെ കാത്ത് ആ മുഖംമൂടിധാരി അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവളെ ക്രൂരമായി റേപ്പ് ചെയ്തു. അതിനുശേഷം അവളുടെ തലയിൽ മുല്ലപ്പൂ ചൂടി. അവൾ മരിച്ചു എന്ന് വിചാരിച്ചാണ് അയാൾ അവിടെ നിന്നും പോയത്. എന്നാൽ അവൾക്ക് ജീവനുണ്ടായിരുന്നു. രാവിലെ അവിടെ എത്തിയ റാണിയാണ് അവളെ ഹോസ്പിറ്റലാക്കിയത്. ഇതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയെങ്കിലും അവരുടെ കേസ് എടുക്കാൻ ആ പോലീസുകാരൻ കൂട്ടാക്കിയില്ല. ആ പോലീസുകാരൻ ആരായിരുന്നു ചോദിക്കുമ്പോൾ അത് രാജമണിയായിരുന്നു എന്ന് അവർ പറയുന്നു. അതായത് അന്നത്തെ ആ പോലീസുകാരൻ ഇന്നത്തെ DIG ആണ്. അതോടെ മീഡിയ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി. അത് വലിയ പ്രശ്നമാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അന്നിവരുടെ കേസ് എടുക്കാൻ ആരും കൂട്ടാക്കാത്ത കാരണം ആ നാട്ടിൽ നിൽക്കാൻ പഠിച്ചിട്ട് ഇവർ നാട് വിട്ടുപോയി. ഇന്ന് പോഡ്കാസ്റ്റിലൂടെ ഈ കഥകളൊക്കെ കേട്ടപ്പോഴാണ് തനിക്ക് സംഭവിച്ചത് മറ്റു സ്ത്രീകൾക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ലച്ചി ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇവിടേക്ക് വന്നത്. ഒരു സൈഡില് DIGയെ പറ്റിയുള്ള സത്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അയാളെ ഈ കേസ് അന്വേഷണത്തിൽ നിന്നും മാറ്റി. അതേസമയം ആ ചിന്നബാബു എന്ന് പറയുന്ന ആളാകട്ടെ ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനാണ്. അയാൾ ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുന്നതായിട്ടും കാണിക്കുന്നു. അതിനിടയ്ക്കാണ് രാജീവിന്റെ മെസ്സേജ് സന്ധ്യയ്ക്ക് വരുന്നത്. വീണ്ടും കൊലപാതകം നടന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം ക്യാമ്പിങ്ങും മറ്റും ചെയ്യുന്ന ഒരു ഏരിയയിലായിരുന്നു കൊലപാതകം നടന്നിട്ടുള്ളത്. അസ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവളുടെ ബോയ്ഫ്രണ്ടുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അസ്മി ചെറുത്തു നിൽക്കാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. അവളെയും കൊലയാളി ക്രൂരമായി റേപ്പ് ചെയ്ത ശേഷമാണ് കൊന്നിരിക്കുന്നത്. അവളുടെ തലയിൽ മുല്ലപ്പൂവുണ്ട്. അവളുടെ കാമുകന്റെ കഴുത്തില് പശുവിന്റെ കഴുത്തിലിടുന്ന ആ ചിലങ്കയുമുണ്ട്. DIG ഈ കേസിൽ നിന്നും മാറ്റിയത് കാരണം പുതിയൊരു ഓഫീസറാണ് ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത്. അനന്ത എന്നായിരുന്നു ആ ഓഫീസറിന്റെ പേര്. ഈ സീരിയൽ കില്ലിങ്ങിനെ പറ്റി അവർക്ക് കൂടുതൽ അറിയാനായിട്ട് അവരുടെ കയ്യിൽ അതിനുവേണ്ട ഫയൽസോ എവിഡൻസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെല്ലാം തന്നെ നമ്മുടെ സന്ധ്യയുടെ കയ്യിലുണ്ട്. അവളാണ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഓഫീസർ സന്ധ്യയുടെ ആ പോഡ്കാസ്റ്റിംഗ് റൂമിൽ പോയിട്ട് ആ എവിഡൻസ് എല്ലാം ശേഖരിച്ചു കൊണ്ടുവരാൻ രാജീവിനോടും കൂട്ടരോടും പറയുന്നു. അവളുടെ അനുവാദമില്ലാതെ ഇതെല്ലാം എടുത്തതിന്റെ പേരിൽ ഇവരെ ചോദ്യം ചെയ്യാൻ സന്ധ്യയും സ്റ്റേഷനിലേക്ക് വരുന്നു. സന്ധ്യ അവരോട് ഈ കേസിനെ പറ്റി എല്ലാം തന്നെ സംസാരിക്കുന്നു. തങ്ങളെക്കാൾ കൂടുതൽ അറിവ് സന്ധ്യക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഓഫീസറാകട്ടെ അൺഒഫീഷ്യലായിട്ട് ഈ കേസ് അന്വേഷണത്തിൽ പങ്കുചേരാൻ സന്ധ്യയും അവരുടെ ടീമിലേക്ക് ക്ഷണിച്ചു. ആദ്യം ഇവർ ചോദ്യം ചെയ്യുന്നത് DIG രാജമണിയായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കേസ് എടുക്കാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ രാജമണി പറയുന്നുണ്ട് ആ സമയത്ത് തനിക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നുവെന്ന്. ഇത്തരം കേസുകൾ നാട്ടില് സ്ഥിരമായി വന്നതോടുകൂടി ഇലക്ഷൻ നടക്കുന്നത് കാരണം അധികാരത്തിലുള്ള പാർട്ടിയാകട്ടെ ഇലക്ഷനിൽ തോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഈ വക കേസുകളൊന്നും തന്നെ എടുക്കണ്ടെന്നും പുറത്താരെ അറിയിക്കണ്ടെന്നും പറഞ്ഞു. പറഞ്ഞത് പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം അത് മുതലെടുത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതുകൊണ്ട് മുകളിലുള്ള പ്രഷർ കാരണമാണ് അയാൾ ആ കേസുകളൊന്നും എടുക്കാതിരുന്നത്. അതിൽ തനിക്ക് കുറ്റബോധം ഉണ്ടെന്നും അയാൾ പറയുന്നു. എന്താണെങ്കിലും ഈ കേസുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തത് സന്ധ്യയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാൾ സന്ധ്യയോട് പോയി സംസാരിക്കുന്നു. സന്ധ്യ വിവാഹം കഴിക്കാനിരിക്കുന്ന അമറിന്റെ അച്ഛൻ തന്റെ ഉറ്റ സുഹൃത്താണെന്ന് അയാൾ പറയുന്നുണ്ട്. സന്ധ്യയ്ക്ക് ഈ DIGയുടെ മേൽ എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നുന്നു. സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ ഈ DIG ആകട്ടെ ചിന്നബാബുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേസ് അന്വേഷണം എന്റെ അടുത്ത് വരെ വന്നു, ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാതെ നോക്കിക്കൊള്ളാൻ. അതൊക്കെ താൻ നോക്കിക്കൊള്ളാമെന്ന് ചിന്നബാബു പറയുന്നു. ഇവിടെ സന്ധ്യ ആകട്ടെ പോലീസുകാരോട് പറയുന്നുണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ റേപ്പൊക്കെ നടത്തിയിട്ട് ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടാകണം. അത് വിദ്യാഭ്യാസമുള്ള ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. മിക്കവാറും അന്നത്തെ ഉയർന്ന ജോലിയിലിരിക്കുന്ന ആളോ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ഒക്കെയാകാം ഇതിന്റെ പിന്നില്. ആ സമയത്ത് ആ ഏരിയയിൽ വർക്ക് ചെയ്തിരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഫയൽസ്
എല്ലാം എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പരിശോധിക്കാമെന്ന് സന്ധ്യ പറയുന്നു. എന്നാൽ അത് ഒരുപാട് ഫയൽസ് ഉണ്ടാകും, ഈസി ആയിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം കൊല്ലപ്പെട്ട അസ്മിയുടെ ബോഡിയിൽ നിന്നും കില്ലറിന്റെതെന്ന് സംശയിക്കുന്ന ഒരു മുടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കില്ലറെന്ന് സംശയിക്കുന്ന ആളുടെ DNA-യുമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. അന്ന് റാണിയെയും ലച്ചിയും ഡാൻസ് കഴിഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ ചിന്നബാബു ശ്രമിച്ചിട്ടുണ്ടല്ലോ. അയാൾക്കെതിരെ ഒരു മുൻപ് റേപ്പ് അറ്റംപ്റ്റ് കേസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ ഒന്ന് പോയി കാണാൻ ഇവർ തീരുമാനിക്കുന്നു. കേസന്വേഷണത്തിലുള്ള ആനന്ദ എന്ന് പറയുന്ന ഓഫീസർ അറിയാതെയാണ് രാജീവും സന്ധ്യയും ചിന്നബാബുവിനെ കാണാൻ പോകുന്നത്. അയാളോട് നിങ്ങൾ ഒരു റേപ്പ് കേസിൽ ജയിലിൽ പോയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് വലിയ റേപ്പ് കേസൊന്നും ആയിരുന്നില്ല എന്ന്. എന്നിട്ട് തന്റെ ഭാര്യയെ വിളിച്ച് അവിടേക്ക് നിർത്തിയിട്ട് പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവളെ ഒന്ന് ശല്യം ചെയ്തു, അവൾ എനിക്കെതിരെ കേസ് കൊടുത്തു, റേപ്പ് കേസ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചകത്തിട്ടു. പക്ഷെ ഞാൻ തന്നെയാണ് ഇവളെ വിവാഹം കഴിച്ചത്. ഞാൻ ആരെയും ബലമായിട്ട് ഇതുവരെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും, അല്ലാതെ എനിക്ക് ആരെയും റേപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും അയാളുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന്റെ ഇടയ്ക്ക് സന്ധി സൂത്രത്തിൽ അയാളുടെ ടോയ്ലറ്റിൽ നിന്നും അയാളുടെ ടൂത്ത് ബ്രഷ് എടുക്കുന്നു. അതുപയോഗിച്ച് അസ്മയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ DNA മാച്ച് ചെയ്ത് നോക്കാനായിരുന്നു അവളുടെ പ്ലാൻ. കേസിന്റെ കാര്യമായിട്ടും മറ്റും സന്ധ്യ കൂടുതൽ സമയം രാജീവിന്റെ കൂടെ ചെലവഴിക്കുന്നത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അവളുമായിട്ട് അവൻ ഇടയ്ക്ക് വഴക്കിടുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് ചിന്നബാബുവിനെ പോയി സന്ധ്യയും രാജീവും കണ്ട കാര്യം മീഡിയ അറിയുകയും അതിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് ആനന്ദത അറിഞ്ഞതോടുകൂടി തന്റെ അറിവില്ലാതെ ചിന്നബാബുവിനെ കണ്ടതിന്റെ പേരിൽ സന്ധ്യയും രാജീവിനെയും അവർ വഴക്ക് പറയുന്നു. DNA റിപ്പോർട്ട് വന്നപ്പോഴാകട്ടെ അസ്മിയുടെ ശരീരത്തിൽ കണ്ട കില്ലറുടെ DNA ആയിട്ട് ചിന്നബാബുവിന്റെ DNA മാച്ച് ആകുന്നില്ല. ചിന്നബാബുവിന് ഈ കേസുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയ്ക്കും സന്ധ്യയുടെ അമറിന്റെ വിവാഹത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അമറിന്റെ വീട്ടുകാർ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ചെറിയ പണക്കങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണമെന്ന് അമറിന്റെ അമ്മ പറയുന്നു. അമറിന്റെ അമ്മയും സന്ധ്യയും നല്ല ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. വിവാഹശേഷം തനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നും അമറിന്റെയും അവന്റെ അച്ഛന്റെയും കാര്യങ്ങൾ നോക്കി വീട്ടിൽ തന്നെയാണെന്നും അമറിന്റെ അമ്മ എപ്പോഴും സന്ധ്യയോട് പറയുമായിരുന്നു. ഇനി മുതൽ ഞാൻ ആന്റിയുടെ നല്ലൊരു ഫ്രണ്ട് ആയിക്കൊള്ളാമെന്ന് സന്ധ്യ അവർക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ പിറ്റേന്നാകട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് കില്ലറിന്റെ കോള് വരുന്നു. അസ്മി എങ്ങനെയാ മരിച്ചതെന്ന് നീ കണ്ടുപിടിച്ചുവെന്ന് ആനന്ദിതയോട് കില്ലർ ചോദിക്കുന്നു. നിനക്ക് എന്താ വേണ്ടുന്നതെന്ന് ആനന്ദിത ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്നാണ് കില്ലർ പറയുന്നത്. പുറത്തുണ്ടായിരുന്ന ബോക്സിലുണ്ടായിരുന്നത് ഒരു കുഞ്ചലമായിരുന്നു. നവംബർ 10, 2000 അയാൾ ഉപദ്രവിച്ച ഏതൊരു സ്ത്രീയുടേതായിരുന്നു അത്. തന്റെ ഓർമ്മയ്ക്കായിട്ട് നീ ഇത് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഓഫീസറിന് ആ കില്ലർ ഇത് അയച്ചു കൊടുത്തത്. ഞാൻ നിന്നെയൊക്കെ പേടിച്ച് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുകയാണെന്ന് നീ വിചാരിക്കണ്ട. ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇപ്പോഴും സ്വതന്ത്രനായിട്ട് തന്നെയാണ് നടക്കുന്നത്. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കില്ലറിനോട് അവർ ചോദിക്കുമ്പോൾ കില്ലർ പറയുന്നുണ്ട്, അസ്മിയെ ഞാൻ കൊന്നത് എന്തിനാണെന്ന് പറയാം. എനിക്കെതിരെ അവള് സംസാരിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നത്. ഉടനെ തന്നെ ഇനിയും ഒരു കൊലപാതകവും കൂടി നടക്കുമെന്ന് കില്ലർ പറയുന്നു. അത്രയും പറഞ്ഞിട്ട് കോള് കട്ടായി. കില്ലറിന്റെ ലൊക്കേഷൻ അവർ ട്രേസ് ചെയ്യുന്നുണ്ട്. അതൊരു മാളായിരുന്നു. അസ്മി അവസാനമായിട്ട് വീഡിയോ ഇവർ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അസ്മി സന്ധ്യയെ സപ്പോർട്ട് ചെയ്തും ആ കില്ലറിനെ എതിർത്തുമാണ് സംസാരിച്ചതെന്ന്. സന്ധ്യയുടെ പോഡ്കാസ്റ്റ് ഹാഷ്ടാഗ് ചെയ്ത് അവൾ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സന്ധ്യയെ സപ്പോർട്ട് ചെയ്തതിന് അസ്മിയെ കില്ലർ കൊന്നിട്ടുണ്ടെങ്കിൽ സന്ധ്യയോട് കില്ലർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നു എന്നുള്ള പേടി ഇവർക്കുണ്ടായിരുന്നു. അവർ എത്രയും പെട്ടെന്ന് സന്ധ്യയെ കോണ്ടാക്ട് ചെയ്യുന്നു. സന്ധ്യയാകട്ടെ ആ സമയം കല്യാണത്തിനും മറ്റും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അമറിന്റെ ഫാമിലിയുടെ കൂടെ ഒരു മാളിലേക്ക് വന്നതായിരുന്നു. കില്ലറെ ഏത് മാളിന്റെ ഭാഗത്താണോ ലൊക്കേറ്റ് ചെയ്തത് അതേ മാളിൽ തന്നെയാണ് ഇവള് വന്നതെന്ന് മനസ്സിലായതും രാജീവ് അവളോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ പറയുന്നു. അവള് അമറിനെയും അമറിന്റെ ഫാമിലിയും തന്റെ ഫാമിലിയെല്ലാം കൂട്ടി അവിടെ നിന്ന് വേഗം ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് ആ DIG അതുവഴി വരുന്നത്. അയാളും അവിടെ ഷോപ്പിങ്ങിന് വന്നായിരുന്നു. അമറിന്റെ അച്ഛൻ അയാളുടെ സുഹൃത്താണല്ലോ. ഇവർ രണ്ടുപേരും കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് സന്ധ്യയ്ക്ക് പേടിയാകാൻ തുടങ്ങി. കാരണം അവൾ നേരത്തെ സംശയിച്ച പോലെ ഇനി ആ കില്ലർ ഈ DIG വല്ലതും ആണെങ്കിൽ അത് അപകടമല്ലേ. അത് കാരണം അവൾ പെട്ടെന്ന് അമറിന്റെ അച്ഛനെയും ബാക്കിയുള്ളവരെയും കൂട്ടി അവിടെ നിന്നും പോയി. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് വീണ്ടും സന്ധ്യ തന്റെ പോഡ്കാസ്റ്റിലൂടെ ഈ കേസിനെ പറ്റി സംസാരിക്കുന്നതാണ്. ഈ കേസ് അന്വേഷണത്തില് സന്ധ്യ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഗോദാവരി എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് ഈ റേപ്പ് കേസൊക്കെ തുടങ്ങിയതെന്നാണ് ആദ്യം സന്ധ്യ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഇടയ്ക്ക് വെച്ച് ലച്ചിയും റാണിയും വന്നപ്പോഴാണ് അതിനു മുൻപേ തന്നെ ഇയാൾ ഈ ക്രൈം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. ആദ്യമൊക്കെ സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ട് കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഇടയ്ക്ക് വെച്ചിട്ടാണ് കൊലപാതകങ്ങൾ ചെയ്തു തുടങ്ങിയത്. ആദ്യമായിട്ട് അവൻ കൊല ചെയ്തത് ലളിതയുടെ കാമുകനെയാണ്. ആ കൊലയിൽ അവൻ എന്തോ ഒരു ത്രില്ല് തോന്നി തുടങ്ങി. അതിനുശേഷമാണ് അവൻ പിന്നീട് റേപ്പ് ചെയ്ത ശേഷം സ്ത്രീകളെയും അവരുടെ കൂടെയുള്ള കാമുകന്മാരെയൊക്കെ കൊന്നു തുടങ്ങിയത്. തെറ്റ് ചെയ്തവൻ ഒരു ഭയവുമില്ലാതെ പോലീസുകാരെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കണമെന്ന് അവൾ പോഡ്കാസ്റ്റിലൂടെ ജനങ്ങളോട് പറയുന്നു. അങ്ങനെ അവൾ പോഡ്കാസ്റ്റ് റൂമിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആരോ പുറത്തുനിന്ന് അവളുടെ കാറിന്റെ മുകളിലേക്ക് ഒരു പെട്രോൾ ബോംബ് എറിയുന്നു. കാറിന് തീപിടിക്കാൻ ആരംഭിച്ചു. മുഖംമൂടി ധരിച്ചു നിൽക്കുന്ന ആളെ കണ്ടതും അവൾ അയാളുടെ പിറകെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയ അയാളെ അവൾ ഒരു ബിൽഡിങ്ങിനുള്ളിലിട്ട് പിടിച്ചു. അയാൾ അവളെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു വിധത്തിൽ അവന്റെ തലക്കിടിച്ച് വീഴ്ത്തി സന്ധ്യ അവനെ കൈയോട് പിടിച്ച് പോലീസുകാർക്ക് കൊടുത്തു. അത് വാണിയുടെ മകൻ ബോസ് ആയിരുന്നു. എന്നാൽ ഇവർ വിചാരിച്ച പോലെ അവനായിരുന്നില്ല കൊലയാളി. അവൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. നിങ്ങൾ കാരണം എന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. 20 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ എന്റെ അമ്മയുടെ മനസ്സിൽ മുറിവായി കടന്നതാണ്. പക്ഷെ അതൊക്കെ പതിയെ മറന്നിട്ട് അമ്മ സ്വസ്ഥമായിട്ട് ജീവിക്കുകയായിരുന്നു. നിങ്ങൾ വന്ന്
വന്ന് വീണ്ടും ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളും അന്ന് നടന്ന കാര്യങ്ങളും എല്ലാം പോഡ്കാസ്റ്റിലൂടെ വിളിച്ചു പറഞ്ഞു. അതോടുകൂടി നാട്ടുകാരെല്ലാം എന്റെ അമ്മയെ മോശമായിട്ട് കാണാനും തുടങ്ങി. എന്നെ ബാസ്റ്റർഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. അമ്മയുടെ മുൻപിൽ വെച്ചിട്ട് ഒരു മകനെ അങ്ങനെ വിളിക്കുമ്പോൾ ആ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ വേദന വരുന്നത്. ആ ദേഷ്യത്തിലായിരുന്നു അവൻ സന്ധ്യയോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ ഇവർ വിചാരിച്ച പോലെ ആ മുഖംമൂടിതായിട്ടുള്ള റേപ്പിസ്റ്റും കൊലയാളിയൊന്നും തന്നെ ഇവനായിരുന്നില്ല. തന്റെ അന്വേഷണം ഈ കേസിൽപ്പെട്ട വിക്ടിമായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് സന്ധ്യയ്ക്ക് മനസ്സിലായതും അവള് തൽക്കാലം ആ അന്വേഷണമൊക്കെ പോലീസുകാർക്ക് വിട്ടുകൊടുത്തു. അതിന്റെ പിന്നാലെ താന്നി വരുന്നില്ല എന്ന് പറയുന്നു. അതോടുകൂടി എല്ലാവരും സന്ധ്യ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങള് കളവായിരുന്നുവെന്നും അവൾ എന്തുകൊണ്ടാണ് പിന്നീടൊന്നും പറയാത്തതെന്നും ഒക്കെ ചോദിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പോലീസുകാരാകട്ടെ സന്ധ്യ എന്ന് പറഞ്ഞ പ്രകാരം അന്ന് ആ പ്രദേശത്ത് വർക്ക് ചെയ്തിരുന്ന പല ആൾക്കാരുടെയും ഫയൽസ് എടുക്കുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അല്ലാതെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആൾക്കാരുടെ എല്ലാം തന്നെ ലിസ്റ്റ് എടുത്ത് അവർ പരിശോധിക്കുന്നുണ്ട്. സന്ധ്യയാകട്ടെ ആ സമയം അമറുമായിട്ടുള്ള തന്റെ എൻഗേജ്മെന്റിൽ ഫോക്കസ് ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് രാജീവ് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞ പ്രകാരം ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കണമെന്ന്. എന്നാൽ താൻ തൽക്കാലം അതൊന്നും നോക്കുന്നില്ല എന്നും അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയെന്നും അവള് പറയുന്നു. അവൾ അമറിന്റെ കൂടെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് അമറിന് തന്റെ അച്ഛന്റെ കോള് വരുന്നത്. അമറും സന്ധ്യയും വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന അമറിന്റെ അമ്മയാണ്. അടുത്തിരുന്ന് അവന്റെ അച്ഛൻ കരയുന്നുമുണ്ട്. സ്റ്റെയറിൽ നിന്ന് വീണതാണെന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതാണ്. അവിടേക്ക് ആ DIG വരുന്നുണ്ട്. DIG അമറിന്റെ അച്ഛനോട് പറയുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം ഒന്നും നടത്തി സമയം കളയാതെ എത്രയും പെട്ടെന്ന് അടക്കങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒട്ടും താമസിക്കണ്ടെന്ന്. എന്നാൽ ഇത് കേട്ടപ്പോ സന്ധ്യയ്ക്ക് അതിലെന്തോ പന്തികേട് തോന്നി. അവൾ അമറിനോടും അവന്റെ അച്ഛനോടും പറയുന്നുണ്ട്, ആന്റിയുടെ ശരീരത്തിലെ ചില പാടുകളൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്, ചിലപ്പോ ഇത് ആ കില്ലർ ചെയ്തതായിരിക്കാം, അതുകൊണ്ടൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്ന്. എന്നാൽ അത് കേട്ടപ്പോ അമറിനും അവന്റെ അച്ഛനും ദേഷ്യം വരുന്നു. നീ ഇതിനകത്തും ആ കില്ലറിനെ തേടിക്കൊണ്ടിരിക്കാതെ നിന്റെ കേസും അന്വേഷണമൊക്കെ വിട്ടിട്ട് എന്റെ അമ്മയുടെ സംസ്കാര ചടങ്ങ് മര്യാദയ്ക്ക് നടത്താൻ സമ്മതിക്കണമെന്നാണ് അവർ പറയുന്നത്. അതിന്റെ പേരിലും അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്താതെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം തുടങ്ങി. ആ സമയം അമറിന്റെ അമ്മ ഇടയ്ക്ക് ഇവളോട് സംസാരിച്ച കാര്യങ്ങളിൽ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ചെറുപ്പം മുതലേ ഇവരുടെ കയ്യിൽ ഒരു കളിപ്പാവയുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരുന്ന സമയങ്ങളിലൊക്കെ തന്നെ അവർ ഇതിനോട് സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ എടുത്തോന്ന് അവളോട് പറയുമ്പോ വേണ്ട, ആന്റി തന്നെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവളത് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവര് മരിച്ചിരിക്കുന്നു. അവരുടെ മരണശേഷം അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവൾ ആ പാവ എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. ആ സമയം രാജീവിന് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട്. ഹൈദരാബാദിൽ നടക്കുന്ന ഈ സീരിയൽ കില്ലിങ്ങിനെ പറ്റി താൻ ന്യൂസിൽ കണ്ടിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെയും ഇതുപോലൊരു കേസ് നടന്നിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു. അതോടുകൂടി രാജീവിന് സംശയങ്ങൾ കൂടി വരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ ഫയലാണല്ലോ അവർ നോക്കിക്കൊണ്ടിരുന്നത്. അവർ ട്രാൻസ്ഫർ ആയി പലയിടങ്ങളിലേക്കും പോകും. അങ്ങനെ ട്രാൻസ്ഫർ ആയി തിരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ ഫയൽസ് അവർ വേർതിരിച്ചെടുക്കുന്നു. ഈ കൊല നടന്ന സ്പോട്ടുകളിലേക്കെല്ലാം തന്നെ ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അതിൽ നിന്നും എടുത്തതോടുകൂടി അവർ കൊലയാളിയിലേക്ക് എത്തുകയായിരുന്നു. ആ സമയം വീട്ടിലിരുന്ന് അമറിന്റെ അമ്മയുടെ ആ പാവ തുറന്നു നോക്കിയ സന്ധ്യക്കാകട്ടെ അതിനുള്ളിൽ നിന്നും ഒരു കൊലുസും ഒരു കമ്മലും കിട്ടുന്നു. ആനന്ദിതയാകട്ടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ തൊട്ടടുത്തിരിക്കുന്ന സന്ധ്യയുടെ വിവാഹ ലെറ്റർ അവൾ ശ്രദ്ധിക്കുന്നത്. അതിലുള്ള ഒരു പേര് ഇവരുടെ ലിസ്റ്റിൽ ഇവർ കാണുന്നുണ്ട്. അമറിന്റെ അച്ഛന്റെ പേരായിരുന്നു അത്. ഈ കൊല നടന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ അമറിന്റെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടി അയാൾ പോയിട്ടുണ്ട്. അതോടുകൂടി കൊലയാളി അയാൾ തന്നെയായിരിക്കുമെന്ന് ഇവർ ഉറപ്പിച്ചു. അതേസമയം സന്ധ്യയ്ക്കും അയാളിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു വലിയ എവിഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ബോബി മരിക്കുന്നതിന് മുമ്പ് അവൾ ബോബിക്ക് തന്റെ ഇയറിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ഇയറിംഗ് അവളുടെ വീട്ടിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു. ഉറപ്പായിട്ടും അത് കൊലയാളിയായിരിക്കാം എടുത്തിട്ടുണ്ടാവുക എന്ന് സന്ധ്യയ്ക്ക് എന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഇയറിംഗ് ആണ് ഇപ്പോൾ അമറിന്റെ അമ്മയുടെ ഈ പാവയ്ക്കുള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അമറിന്റെ അച്ഛൻ തന്നെയായിരിക്കും എടുത്തതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും ഈ ക്രൈം നടത്തണമെങ്കിൽ അതെന്തായാലും അമറല്ല, ഉറപ്പായിട്ടും അമറിന്റെ അച്ഛൻ തന്നെയാണ്. പോലീസുകാരി സന്ധ്യ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അവൾ എവിടെയാണെന്ന് കണ്ടെത്തി അവിടേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചു. അതേസമയം സന്ധ്യ ആകട്ടെ രണ്ടും കൽപ്പിച്ച് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് അമറിന്റെ വീട്ടിലേക്ക് വരുന്നു. അയാളാകട്ടെ അവളോട് തനിക്ക് തലവേദന എടുക്കുന്നു, ഒരു കോഫി ഉണ്ടാക്കി താന്ന് പറയുന്നു. അവള് നേരെ കിച്ചണിലേക്ക് പോയി. ആ സമയം അവളുടെ ഫോണില് പോലീസുകാർ വിളിക്കുന്നത് ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാ ഇവിടേക്ക് വന്നതെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കൊലയാളി ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ DNA സാമ്പിൾ എടുക്കാനാണ് ഇവള് വന്നതെന്ന് ഊഹിച്ചുകൊണ്ട് അയാൾ അവളോട് പറയുന്നുണ്ട്, നിനക്ക് DNA സാമ്പിൾ ഇതുവരെയും കിട്ടിയില്ലെന്ന്. എന്റെ വൈഫ് പത്നിയെ കൊന്നത് ഞാൻ തന്നെയാണ്. എന്റെ കള്ളത്തരങ്ങൾ അവൾ പിടിക്കുന്നായപ്പോ ഞാൻ മുകളിൽ നിന്ന് അവളെ തള്ളിയിട്ട് കൊന്നു. നിന്റെ കൂട്ടുകാരി ബോബിയെയും ആ അസ്മി എന്ന് പറയുന്ന പെൺകുട്ടിയെയും അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കൊന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അയാൾ പിന്നിലൂടെ വന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ചേർത്ത് നിൽക്കുന്നു. ഒരുപാട് നേരത്തെ സ്ട്രഗലിനൊടുവിൽ അവിടെ കിടന്നിരുന്ന ഒരു ഫോർക്ക് എടുത്ത് അവൾ അയാളുടെ നെഞ്ചിൽ കുത്തി. അപ്പോഴേക്കും പോലീസുകാർ അവളെ ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാർ കൈയോടെ ഇയാളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും ഇയാളാകട്ടെ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ സന്ധ്യ പോയി അയാളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അയാളൊന്നും മിണ്ടാതെയായപ്പോ അവളാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്ത് അയാളെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, പോലീസുകാർക്ക് അറിയാത്ത നിങ്ങൾ ചെയ്തൊരു ക്രൈമിനെ പറ്റി ഞാൻ കണ്ടെത്തിയെന്ന്. ആ ഫോട്ടോയിലുണ്ടായിരുന്നത് അയാളുടെ ആന്റിയായിരുന്നു. അനാഥനായ അയാളെ അയാളുടെ ആന്റി അങ്കിളും ചേർന്നിട്ടാണ് വളർത്തിയത്. ആന്റിക്ക് തന്നോട് ഭയങ്കര സ്നേഹമാണ്
ആണെന്നാണ് അയാൾ കരുതിയിരുന്നത്. പക്ഷെ ശരിക്കും ഇയാളുടെ ആന്റി ഇയാളെ മുതലെടുക്കുകയായിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ അനുവാദമില്ലാതെ ഇയാളുടെ ശരീരത്തിൽ തൊടും. തന്നെക്കാളും ഒരുപാട് ഇളയതാണെന്ന് പോലും ചിന്തിക്കാതെ അവന്റെ കൂടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനായിരുന്നു അവന്റെ ആന്റി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴൊക്കെ അവനത് തടഞ്ഞെങ്കിലും മാനസികമായിട്ട് അവനത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അവന്റെ ആന്റിയുടെ തലയിലുള്ള മുല്ലപ്പൂവും കാലിലെ ചെലങ്കിയുമായിരുന്നു ആന്റിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി അവന്റെ ആന്റി ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവന്റെ അങ്കിള് വരുന്നു. അങ്കിളിനെ കണ്ടതും ആന്റിയാകട്ടെ അയാളോട് കള്ളം പറയുന്നുണ്ട്, ഇവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന്. സത്യം എന്താണെന്ന് പോലും നോക്കാതെ അയാളാകട്ടെ അവനെ അടിക്കാൻ തുടങ്ങി. എന്നാൽ ദേഷ്യം വന്ന അവനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന പശുവിന്റെ കഴുത്തിൽ കിടന്ന മണി വലിച്ചു പൊട്ടിച്ച് അവന്റെ അങ്കിളിനെ അടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ. നിങ്ങളുടെ വൈഫാണ് കാലങ്ങളായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്നെ ഇത്രയും കാലം ടോർച്ചർ ചെയ്യുകയായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി അവന്റെ ആന്റിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും കാലം എന്നിൽ നിന്ന് വേണ്ടത് എന്താണോ അത് ഞാൻ ഇപ്പോൾ തരാമെന്ന്. എന്നിട്ട് അവിടെ വെച്ച് അങ്കിളിന്റെ മുന്നിൽ കിടത്തി ആന്റിയെ അവൻ ക്രൂരമായി റേപ്പ് ചെയ്തു. ആന്റിയുള്ള ദേഷ്യം പൂർണ്ണമായിട്ടും തീർക്കാൻ പറ്റാതെ തന്നെ ആന്റി മരിച്ചുപോയത് കാരണം ആ ദേഷ്യം അതുപോലുള്ള സ്ത്രീകളുടെ മേൽ തീർക്കാനായിരുന്നു പിന്നീട് അയാളുടെ മനസ്സിൽ തോന്നിയത്. അതിനുവേണ്ടി അയാൾ കണ്ടെത്തിയ പാറ്റേൺ ആകട്ടെ ആ ചിലങ്കയായിരുന്നു. ചിലങ്കയിലുള്ള മണികൾ പോലെയുള്ള സാധനങ്ങൾ ആരുടെയൊക്കെ ശരീരത്തിലുണ്ടോ അല്ലെങ്കിൽ ആരുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സ്ത്രീകളെ ഇയാൾ തെരഞ്ഞുപിടിച്ചു കൊല്ലും. അങ്ങനെ രാത്രിയില് ഡാൻസ് കളിക്കുന്ന സ്ത്രീകളെയും ഈ മണി കയ്യിൽ കെട്ടിയ സ്ത്രീകളെയും ഇത് വീട്ടിൽ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്ത്രീകളെ ഒക്കെ ഇയാൾ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പലയിടങ്ങളിൽ ഇയാൾ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അവിടെയെല്ലാം ഇതുപോലെ സ്ത്രീകളെ കണ്ടെത്തി കൊല നടത്തി. തിരുച്ചിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലൊരു കൊല നടത്തി. പക്ഷെ അന്ന് കുറെ തെളിവുകളൊന്നും തന്നെ മായ്ച്ചാൽ അയാൾക്ക് പറ്റിയില്ല. അത് കാരണം കുറെ കാലത്തേക്ക് അയാൾ പിന്നെ ക്രൈമൊന്നും ചെയ്തില്ല. അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. കുടുംബസ്ഥനായി മാറിയ അയാളിലേക്ക് ആരുടെയും ഡൗട്ടുകൾ വന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ എന്തിനാണ് വീണ്ടും കൊലകൾ തുടങ്ങിയതെന്ന് സന്ധി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, കുറച്ചു നാളു മുമ്പ് എനിക്ക് ഡിമൻഷ്യ ബാധിച്ചു. പതിയെ പതിയെ എന്റെ ഓർമ്മകൾ നശിച്ചു തുടങ്ങിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ആരെ മറന്നാലും എനിക്ക് എന്റെ ആന്റിയെ മറക്കണ്ടായിരുന്നു. അവരോടുള്ള പക എപ്പോഴും എന്റെ മനസ്സിൽ ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അയാൾ വീണ്ടും അതുപോലുള്ള സ്ത്രീകളെ കണ്ടെത്തി കൊല ചെയ്യാൻ ആരംഭിച്ചത്. ബോബി അയാൾ കൊല ചെയ്യാൻ കാരണം ക്ലാസിക്കൽ നൃത്തം പഠിക്കാൻ പോവുകയാണെന്ന് ബോബി ഒരു ദിവസം ഇയാളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിലെ ചിലങ്ക കണ്ട് ആന്റിയോടുള്ള ദേഷ്യം അയാളുടെ മനസ്സിൽ വീണ്ടും ഉടലെടുത്തു. അങ്ങനെയാണ് അവളെയും അവളുടെ കാമുകനെയും കൊന്നത്. അസ്മിയെ കൊന്നത് അവളിട്ട വീഡിയോ കൊണ്ടല്ല, അവളുടെ കയ്യിലും കിടപ്പുണ്ടായിരുന്നു അതുപോലൊരു ചിലങ്കയിലെ മണി. അതുകൊണ്ടാണ് അവളെ കൊന്നത്. അങ്ങനെ ഓരോരുത്തരും ഈ മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചിലങ്ക കാണുമ്പോൾ അയാൾക്ക് ആന്റി ഓർമ്മ വരും. അത് കാരണം അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ അയാൾ കൊല്ലുകയും ചെയ്യും. കൊല ചെയ്ത ശേഷം ആ പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്ന് ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു ഓർണമെന്റ്സ് ഇയാൾ എടുക്കുമായിരുന്നു. അത് ഇയാൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇയാളുടെ വൈഫ് പത്മ ഇതെല്ലാം കാണുകയും അതുകൊണ്ട് പേടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് അയാൾ വീട്ടിലേക്ക് കയറി വരുന്നത്. എവിഡൻസ് എന്തെങ്കിലും മാറ്റിവെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ അതിൽ നിന്ന് ഒരു കൊലുസും ഒരു ജോഡി കമ്മലും എടുത്ത് തന്റെ പാവയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത്. പക്ഷെ ഇതെല്ലാം തന്റെ വൈഫ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇവളെ ജീവനോടെ വെക്കരുതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അയാൾ മുകളിലത്തെ നിലയിൽ നിന്നും തന്റെ വൈഫിനെ താഴേക്ക് തള്ളിയിട്ട് കൊന്നത്. ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും നിങ്ങൾക്കൊരു കുറ്റബോധം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ തെറ്റുകളെല്ലാം ഞാൻ മറന്നുപോകും. പിന്നെന്തിനാ ഞാൻ കുറ്റബോധം കൊണ്ട് നടക്കുന്നത്? എന്താണെങ്കിലും എനിക്ക് ഡിമൻഷ്യയാണ്. കുറച്ചു കഴിയുമ്പം എന്റെ മനസ്സിൽ ഈ ഓർമ്മകളൊന്നും ഉണ്ടാകില്ല. എന്താണെങ്കിലും അന്വേഷണത്തിനൊടുവിൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചു. തന്റെ പോഡ്കാസ്റ്റിലൂടെ അതെല്ലാം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അവൾ ആ ഒരു കേസ് അന്വേഷണം അവിടെ അവസാനിപ്പിച്ചു. തന്റെ പുതിയ അന്വേഷണങ്ങളും പുതിയ കേസും എല്ലാം തന്നെ ഈ പോഡ്കാസ്റ്റിലൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തുമെന്ന് അറിയിച്ചുകൊണ്ടാണ് അവൾ സൈൻ ഓഫ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നതും. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.